കഴിഞ്ഞ് തീർന്ന് കാലാവധി കഴിഞ്ഞു വണ്ടിയുടെ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷമാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞത് സുസുക്കി വി-സ്ട്രോം എൻ്റെ മൈലേജ് ടെസ്റ്റാണ്. 2025 മോഡല് 5687 കിലോമീറ്റർ ഓടിയ കിളിക്കുഞ്ഞു വണ്ടി, അങ്ങനെ വേണേൽ പറയാം. അപ്പോൾ അതിൻ്റെ മൈലേജ് ടെസ്റ്റാണ്. അപ്പം വണ്ടിക്ക് ഇപ്പോൾ അധികം പെട്രോളൊന്നും ഇല്ല. ചിലപ്പോൾ സ്റ്റാർട്ടാവും, ചിലപ്പോൾ സ്റ്റാർട്ടാകത്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഇപ്പം ട്രിപ്പൊക്കെ നമ്മൾ ട്രിപ്പ് ചെയ്യാണ്, അത് മാറ്റണം. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ, ഓടട്ടെ. ആവറേജ് വണ്ടിക്ക് അത് കാണിക്കുന്നത് ഇപ്പോൾ 32 എന്നാണ്. നമുക്ക് നോക്കാം എത്ര കിട്ടുമെന്ന് 1 ലിറ്ററിനകത്ത്. അപ്പോൾ എന്തായാലും പോവാം, സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടാവും നോക്കാം. എൻ്റെ കൂടെ ഒരു പില്ലിയനും ഉണ്ട്, 2 പേരും കൂടെയാണ് പോണത്. ഓക്കെ, വേടിച്ചോ. ഒരു സെൽഫിൽ എടുത്തിട്ടുണ്ട് വണ്ടി. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി തുടങ്ങുക. ഇത് അധികം ദൂരം പോകത്തില്ല. 2 വട്ടം മിസ്സിങ് അടിച്ച് നിന്ന വണ്ടിയായത്. സ്റ്റാർട്ടിങ് മിസ്സിങ് ആയി. ഒരു മിനിറ്റേ, ഒന്ന് നോക്കട്ടെ ഏട്ടാ. അത് ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് എടുത്ത വണ്ടി അനങ്ങത്തില്ല, തീർന്നിരിക്കുക അത്. അപ്പം ഗൈസ് സ്റ്റാർട്ടാകുന്നില്ല. നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ അങ്ങ് തുടങ്ങാം. അപ്പോൾ ഗൈസ് ഞാൻ പെട്രോളൊക്കെ എടുത്തോണ്ട് വന്നു. എടുത്ത് പിന്നെ ഇതിനകത്ത് ഒഴിക്കണം. പ്രശാന്ത് അല്ല, ഡാൽനാസ്മേ. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ വെരിഫൈ ചെയ്യാം. ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ, കാലിയാണേ. നോക്കട്ടെ, അതെന്തോ ഇരിക്കുന്നത്ര. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് എടുത്തതാണ്. അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നപ്പം തീർന്നു വണ്ടിയുടെ വെടിയും പോകുകയും. അപ്പോൾ ഞങ്ങൾ എന്തായാലും രസീതൊക്കെ എടുത്തേ. റുക്ജോ ഓക്കെ. 1 ലിറ്റർ പെട്രോൾ വണ്ടിക്കകത്ത് കയറുന്നു. പുറകുമാന ഓക്കെ. കറക്റ്റ് 1 ലിറ്ററിൻ്റെ പെട്രോൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം ഓക്കെ, ഇപ്പം കണ്ണ ക്യാപ്പ് ഓക്കെ. 1 ലിറ്ററിൻ്റെ പെട്രോൾ കയറി. ഞാൻ ഉപ്പ് വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ പെട്രോളൊക്കെ ഒഴിച്ചു. ഈ ട്രിപ്പ് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു, എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തില്ല. ഇതിപ്പോൾ ട്രിപ്പ് എ ആണ് കിടക്കുന്നത്. ഞാനിപ്പോൾ എന്തായാലും ട്രിപ്പ് ബിയിലോട്ടാക്കുവാണ്. ഇതാണ് ട്രിപ്പ് ബി. വണ്ടി സ്റ്റാർട്ടാവട്ടെ. ഒരു സെൽഫ് വണ്ടി സ്റ്റാർട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഗിയർ എടുക്കുകയാണ്. അപ്പം നമുക്ക് പോകാം. 1 ലിറ്റർ പെട്രോളിനകത്ത് ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുമെന്നാണ് നമ്മളിന്ന് തപ്പിക്കണ്ടിരിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു 35+ ഞാൻ പ്രതീക്ഷിക്കുന്നു. 45 ഒക്കെ കിട്ടേണ്ടതാണ്. കമ്പനി പറഞ്ഞിട്ട് നമ്മൾ കുറേ വീഡിയോസൊക്കെ ഞാൻ തന്നെ തപ്പിയപ്പോഴത്തേക്ക് 45+ കിട്ടുമെന്ന് ഇതിന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് എത്ര കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. വെറും 5000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇപ്പം റീസെൻ്റ്ലി മേടിച്ചതേ ഉള്ളൂ വണ്ടി. അപ്പം ബേസിക്കലി ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കേൾക്കുന്ന വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതാ പിന്നെ എടുത്ത് വന്നത്. നമ്മൾ വീഡിയോ സ്റ്റാർട്ടായപ്പോൾ തന്നെ വണ്ടിയുടെ പെട്രോൾ തീർന്നു പറയുമ്പോഴത്തേക്ക് അതൊന്നും ഇല്ലായിരുന്നാണ് അതിൻ്റെ ഒരു നിഗമനം. എന്തായാലും നമുക്ക് ഡൈനാമിക് ഇട്ട് പോകാം.
ഞാനിപ്പോൾ ആ ട്രിപ്പ് നോക്കുന്നില്ല. ഇപ്പം ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് പോവാം. ആ ട്രിപ്പ് നമ്മൾ അറിയണ്ടല്ലോ എത്ര കിലോമീറ്റർ ഓടുന്നു ഇല്ല എന്നൊക്കെ. ഈ വണ്ടി പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ ഇഷ്ടമാണ്. ഗട്ടറിൽ വീണമെന്ന് അറിയത്തില്ല, ഭയങ്കര സുഖം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു 120 ക്രൂസ് ചെയ്യാൻ സുഖം. നോർമൽ വളവിൽ വരെ നമുക്ക് 120 ഇങ്ങനെ ക്രൂസ് ചെയ്ത് വളച്ചെടുത്തുകൊണ്ട് പോകാം, ഒരു പ്രശ്നവുമില്ല. അത്രയ്ക്ക് സുഖമാണെന്നറിയാവോ. ഞാൻ എന്തായാലും ഒരു നോർമൽ ഒരു 60, 70, 80 ആ റേഞ്ച് പിടിച്ചാൽ പോകാൻ വേണ്ടിയുള്ള പ്ലാൻ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കൂടി ചെല്ലായിട്ട് അതുകൊണ്ട് വരാം. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും ഗായ്സ് ഹൈവേയിലോട്ട് കയറുവാണ്. ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ ഹൈവേ ആണ്, എന്നാലും കുറച്ച് ബ്ലോക്ക് ഉണ്ട്. എന്നാലും നമുക്ക് സിക്സാക്കായിട്ട് കയറി പോവാം. പിന്നെ ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ വണ്ടി കുറച്ച് അപ്രൈറ്റ് പൊസിഷനിലായതുകൊണ്ട് നമുക്ക് വലിയ ബോഡി പെയിൻ, നെക്ക് പെയിൻ ഒന്നും എടുക്കത്തില്ല. പിന്നെ ഇന്നത്തെ ഒരു ഹാൻഡിൽ ബാർ റേസറും കൂടെ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, കുറച്ചും കൂടെ അപ്രൈറ്റ് ആയിട്ട് കിട്ടും. ഇറ്റ്സ് ടു കംഫർട്ട് ലോങ് റൈഡ്. ഞാൻ ഓഫ് റോഡ് സജസ്റ്റ് ചെയ്യുന്നില്ല, ഓഫ് റോഡ് സജസ്റ്റ് ചെയ്യാൻ ഞാനൊന്നും പറയത്തില്ല. ബട്ട് ലോങ് റൈഡിന് ഏറ്റവും ബെസ്റ്റ്, ഐ ലൈക്ക് ഇറ്റ്. 250cc അകത്ത് വരുന്ന ഏറ്റവും സെഗ്മെൻറ്റിൽ വരുന്ന നല്ലൊരു ലോങ് റൈഡ് വണ്ടി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ലാതെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തിരുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വണ്ടി തന്നെയാണ്, ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കാം. പിന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക വേറെ ഏത് വണ്ടിയുടെയൊക്കെ മൈലേജ് ടെസ്റ്റ് ഇതേപോലെ വേണമെന്ന് ചോദിച്ചാൽ അതേപോലെ ചെയ്തു തരാൻ പറ്റും. കിട്ടുവാണല്ലോ, വണ്ടി കിട്ടുവാണല്ലോ. ഞാൻ പറയുന്നില്ല, കൺഫേം ഒന്നും പറയുന്നില്ല. നിങ്ങളിടും, എൻ്റെ കയ്യിലുള്ള വണ്ടികളാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അടുത്ത് ചെയ്തിട്ട് നിൽക്കുന്നതിന് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല, ഞാൻ ചെയ്തിടും. അപ്പോൾ നിങ്ങൾ അതും കൂടെ സജസ്റ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നല്ല നമ്മുടെ ജാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ജാക്കറ്റാണ്, എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. വെയിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ വെയിലുള്ള ചൂടില്ല, തണുപ്പാണ്. തണുപ്പത്ത് നമ്മൾ ചെയ്യുന്നത് എനിക്ക് അത്ര ഇതുള്ളതുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സ്ട്രഗിളുണ്ട്, കുറേ ചെയ്യുന്നുണ്ട്, ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ ഓടുവാണെങ്കിൽ നമുക്ക് നല്ല മൈലേജ് കിട്ടണം. ഇങ്ങനത്തെ റോഡിലൊക്കെ ഒരു നമ്മൾ ഗിയർ ഡൗണും അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്ത് മൈലേജ് ഡ്രോപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും പീക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഇടയിൽ കൂടെ കൊണ്ടുപോകാൻ നല്ല സുഖമായത്. ഞാൻ തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ നേരമായിട്ട്. സെക്കൻഡിലോട്ട് പോകുന്നുണ്ട്, പിന്നെ തേർഡിൽ വരുന്നുണ്ട്, ഇപ്പോഴത്തെ ഫോർത്ത് ഇട്ട് അങ്ങനെ ഇങ്ങനെ ഷഫിൾ ചെയ്ത് നിൽക്കേണ്ടി വരും ഇങ്ങനത്തെ ട്രാഫിക് വരുമ്പോഴത്തേക്ക്. കൈ കൊടുക്കണം ചിലപ്പോൾ നമ്മൾ കയറണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് മൈലേജ് ഇതിനകത്ത് ഡ്രോപ്പ് ആവും. ഹൈവേ കിട്ടുമ്പം എല്ലാ വണ്ടിയും നല്ല മൈലേജ് തരുമല്ലോ. ഒരു സിംഗിൾ ഗിയറിൽ പോകുന്ന ഒരു എന്താണ് RPM സാച്ചുറേറ്റ് ആയിട്ട് നിൽക്കും, അപ്പോൾ നമുക്ക് മൈലേജ് കിട്ടും. നമ്മൾ ഇങ്ങനത്തെ റോഡിൽ പോകുമ്പോൾ RPM ഒരിക്കലും നമുക്ക് സാച്ചുറേറ്റ് ആയിട്ട് നിർത്താൻ പറ്റത്തില്ല. അപ്പം അതിനാണ് മൈലേജിനെ ബാധിക്കുന്നത്. നമുക്കിപ്പം നമുക്ക് നോക്കാം, ഇങ്ങനത്തെ റോഡും ഹൈവേ ഒക്കെ കയറുമ്പോൾ എത്ര മൈലേജ് വണ്ടിക്കൊരു ഓൾറൗണ്ട് എത്ര മൈലേജ് കിട്ടുമെന്നാണ് ഞാനിന്നത് നോക്കുന്നത്. അപ്പം അത് തന്നെ നമുക്ക് നോക്കാം. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നെന്ന് അറിഞ്ഞൂടാ ഗൈസ്. അങ്ങോട്ട് നോക്കൂ, അതൊരു ബ്ലോക്കല്ലേ. എനിക്ക് തോന്നുന്നില്ല ഇത് ക്രോസ് അങ്ങോട്ട് എത്താൻ പറ്റുമോ നമുക്ക്.
നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ്. ഞാൻ ഈ റൂട്ട് എടുക്കണ്ടെന്ന് ഇപ്പം വിചാരിക്കുന്നു. അത് സാഹസികമായി നമ്മൾ ആ റോഡ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇനി ഒരു എക്സ്പ്രസ് ഹൈവേ പോലത്തെ സ്ഥലത്തോട്ട് കയറുക. ഇങ്ങനത്തെ റോഡ് ഇട്ട് നമ്മളെങ്ങനെ 100-110 ഒക്കെ നമ്മൾ ക്രൂസ് ചെയ്യും. പക്ഷേ ഞാൻ മൈലേജ് ടെസ്റ്റ് എന്നുള്ളൊരു പേരുള്ളതുകൊണ്ട് മാത്രം ഇവിടെ 91 ആ 90 റേഞ്ച് 80-90 റേഞ്ചിൽ പോകുന്നത്. നമ്മളിപ്പം ഇങ്ങനെ ഓടി ഇവിടെ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു. നമ്മങ്ങനെ ഹൈവേന്ന് ഈ കട്ടിങ്ങിലോട്ട് നമ്മളൊന്ന് കയറി. ഇവിടെ ഇന്ദ്ര ഡാം എന്ന് പറഞ്ഞ ഡാമുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അപ്പം എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് ചെറുതായിട്ടൊന്ന് പേറ്റ് പൂജ ഒന്ന് ചെയ്തിട്ട് വരാമെന്ന് വെച്ചു. ഇപ്പോൾ ഗായ്സ് ഇതാ ഇവിടെ ഇങ്ങനത്തെ റോഡാണ്, ഫുൾ സെറ്റപ്പാണ്. എൻ്റെ നമ്മൾ അറിയുന്നില്ല ഈ കുഴിയൊന്നും കയറുന്നത്. നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ട് അങ്ങ് പോകും. ആ കുഴിയൊക്കെ ഒരു ചെറിയൊരു ചാട്ടം, നമ്മൾ നോർമൽ നമ്മൾ വണ്ടിയൊക്കെ ഒരു വലിയ കുഴിയിലൊക്കെ വീഴുമ്പോൾ ഒരു ചാട്ടം വരത്തില്ല, ഒരു ചെറിയൊരു ചാട്ടം വരുന്നേ ഉള്ളൂ. അല്ല വലിയൊന്നുമില്ല, ഭയങ്കര സ്മൂത്താണ്. നമുക്ക് അധികം ക്ഷീണം വരുന്നില്ല, ഭയങ്കര സുഖമാണ്. ഗൈസ് വണ്ടി നിന്നു ഗൈസ്, ഞാൻ ഫുൾ ത്രോട്ടൽ കൊടുത്തേക്കും. കണ്ട വണ്ടി നിന്നു. ഇനി നമുക്കൊന്ന് നിർത്തിയിട്ടൊന്ന് അടിച്ചു നോക്കാം. റുക്ജോ കുലിക്കുക. സ്റ്റാർട്ടാവുന്നുണ്ട്, പക്ഷെ എത്ര ദൂരം പോകുന്നൊരു പിടിയുമില്ല. കഴിഞ്ഞു തീർന്ന് കാലാവധി കഴിഞ്ഞു വണ്ടിയുടെ. നിർത്തി. സ്റ്റാർട്ടാവുന്നുണ്ട്, പക്ഷേ ഈ വണ്ടി അധികം ഓടത്തില്ല. നമ്മൾ ഈ വണ്ടി പുതിയ വണ്ടിയാണ്, നമ്മൾ അത്ര പ്രഷറും കൊടുക്കുന്നില്ല, സ്ട്രഗിൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അടുത്ത പെട്രോൾ എടുക്കണം. മൊത്തത്തിൽ വണ്ടി ഓടിയത് 33.1 കിലോമീറ്റർ. 33 കിലോമീറ്റർ കൂട്ടണ്ട 33 കിലോമീറ്റർ ഈ വണ്ടി ഓടി. ഒരു 250cc വണ്ടിക്ക് 33 കിലോമീറ്റർ എന്ന് പറയുന്നത് ഞാൻ ഓക്കെ എന്ന് പറയുന്നില്ല. കുറച്ചും കൂടെ കിട്ടണമെന്ന് ഞാൻ ഒരു 35 കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച്, അത്ര കിട്ടിയില്ല. എന്താണോ എന്തോ, നോക്കട്ടെ. ഞാനിപ്പോൾ നോക്കിയിട്ട് വരട്ടെ എന്താ ഇത് കിട്ടാൻ. ഗായ്സ് ഇന്നത്തെ ഞാൻ നോക്കുമ്പോൾ വീസ്ട്രോമിൻ്റെ കമ്പനി പറയുന്ന മൈലേജ് 36 അപ്രോക്സിമേറ്റാണ് പറയുന്നത്. നമ്മൾ എല്ലാം കൂടെ കൂട്ടി 32-36 വരുന്നത്. ഹൈവേയിലാണ് 42-45 വരെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് പക്ഷേ 33 കിട്ടിയത്. പക്ഷേ നമ്മൾ ഹൈവേയും കുറച്ച് ഓടി, മറ്റേ ട്രാഫിക്കിലും കുറച്ച് പോയി. ബട്ട് ഞാൻ ഒരു 35 പ്രതീക്ഷിച്ചത് വണ്ടിക്ക്. 35 പോലും കിട്ടിയിട്ടില്ല. ബട്ട് ചിലപ്പം ഹൈവേയിൽ കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഈ വണ്ടി ഇനി അടുത്ത സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടെ കേപ്പബിൾ ആവുമെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഞാൻ ഇനിയിപ്പോൾ എന്തായാലും പെട്രോൾ ഒഴിക്കട്ടെ. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡ് അപ്പ് ചെയ്യുക, വേറെ വലിയതായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അങ്ങ് അമർത്തി വയ്ക്കുക. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോഴത്തേക്ക് ബൈ ബൈ ഗായ്സ്.